ഇരിങ്ങാലക്കുട രൂപതയുടെ 47ാമത് രൂപതാ ദിനാഘോഷം വിപുലമായ ചടങ്ങുകളോടെ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടന്നു. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്രയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് രൂപതാ ദിനാഘോഷ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. സമ്മേളനത്തിൽ രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. കാല് കഴുകി കാല് ചുംബിക്കാനായിട്ട് ഈശോ താഴോട്ട് പാദത്തിലേക്ക് നോക്കി കാല് പൊക്കി ചുണ്ടോട് വയ്ക്കുമ്പോൾ ഡാവിഞ്ചി മനോഹരമായിട്ടുള്ളൊരു പ്രതീകം വരയ്ക്കുന്നുണ്ട്. അടിയിൽ കിടക്കുന്ന വെള്ളത്തിൽ കർത്താവിൻ്റെ മുഖം പ്രതിബിംബിക്കുന്നു. കർത്താവിൻ്റെ മുഖം സമൂഹമധ്യത്തിൽ പ്രതിബിംബിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പട്ടുതുവാലയാണ് ഈ സ്നേഹസദനം. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാനായിട്ട് നടത്തുന്ന വലിയ പരിശ്രമം. കർത്താവിൻ്റെ എല്ലാ പഠനങ്ങളും കൂടെ 3 നിയമത്തിൽ സംഗ്രഹിക്കാം. ഒന്ന്, കുർബാന സ്ഥാപിച്ചിട്ട് കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ദ കമാൻഡ് ഓഫ് യൂക്കറിസ്റ്റ്. രണ്ടാമത്തെ കർത്താവിൻ്റെ വലിയ കൽപ്പനയാണ്. നല്ല സമറായക്കാരൻ്റെ കഥ പഠിപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നീയും പോയി അതുപോലെ ചെയ്യാൻ പറഞ്ഞ കർത്താവിൻ്റെ കൽപ്പന 46ാമത്തെ വർഷം പൂർത്തിയാക്കുന്ന ഇരിങ്ങാലക്കുട പൂർത്തിയാക്കുന്നതിൻ്റെ അടയാളമാണ് ഈ സ്നേഹസദനം. നീയും പോയി അതുപോലെ ചെയ്യുക. ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് ഗ്രാൻറ്റ് കിട്ടുമായിരിക്കാം. നമ്മൾ ആ വക ക്യൂലൊന്നും നിൽക്കാറില്ല. കിട്ടിയാൽ നല്ലത്, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ആ ക്യൂലൊക്കെ പോയി ഇന്ന് അപേക്ഷ കൊടുത്ത് മന്ത്രിമാരുടെ കാല് പിടിച്ച് അവരുടെ പിന്നാലെ പോയി അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ ജനം നൽകുന്ന ഔദാര്യമാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നത്. ആ സംസ്കാരം നമ്മുടെ വിശ്വാസത്തിൻ്റെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ജനങ്ങളോടൊക്കെ പറയും, നിങ്ങൾ ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർക്കണം. ഈ സ്ഥാപനം നിങ്ങളുടെ സ്വന്തമായിരിക്കണം. ഞാൻ പറയും, എല്ലാ വീട്ടുകാരും ഒഴിവ് കിട്ടുമ്പോൾ വന്ന് ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കുകാരാകണം. ഈ കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനങ്ങൾ എടുത്തു മാറ്റാൻ, ഇത് തുടച്ചു വൃത്തിയാക്കാൻ. ഞാനെപ്പോഴും പറയാറുണ്ട്, സക്രാരിക്കകത്തിരിക്കുന്ന കുസ്തോദിയിലെ തിരുവോസ്തി തന്നെയാണ് ഈ അഭയഭവനിൽ കിടക്കുന്ന ഓരോ രോഗിയും. കുസ്തോദി ഇരിക്കുന്നിടത്ത് തിരി കത്തിച്ച് ധൂപം വെച്ച് ചന്ദനത്തിരി കത്തിക്കാൻ നമുക്കിഷ്ടമാണ്. ഈ രോഗികളെ ശുശ്രൂഷിക്കുന്നത് അഭിമാനത്തോടുകൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്ര എന്നും സഭാമക്കളുടെ കുലീനത്വമാണ് അതിന് പിന്നിലെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു. പാരമ്പര്യമായി ലഭിച്ച ആ കുലീനത്വം ശക്തിപ്പെടുത്തുവാൻ കുടുംബങ്ങളെ ആഹ്വാനം ചെയ്ത് പിതാവ് 20 കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുവാനുള്ള സൗകര്യങ്ങളാണ് സ്നേഹസദനിൽ ഒരുക്കിയിട്ടുള്ളത്. ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരി അഭയഭവന്റെ അനുബന്ധ സ്ഥാപനമാണിത്. ഈ രണ്ടിടങ്ങളിലും നിർമ്മലദാസി സിസ്റ്റേഴ്സ് ശുശ്രൂഷ നടത്തുന്നു.
പൊതുസമ്മേളനത്തിൽ ഇരിങ്ങാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. ദൈവാരാധനയിൽ അധിഷ്ഠിതമായ വിശ്വാസ ജീവിത പരിശീലനവും കുടുംബങ്ങളുടെ ശാക്തീകരണവുമാണ് രൂപത ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വയനാട്ടിലെ ഭവന നിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി രൂപതയിൽ നിന്ന് 1,20,00,000 രൂപ KCBC പ്രതിനിധി ഫാദർ ജേക്കബ് മാവുങ്കലിന് കൈമാറി. രൂപതയുടെ 2023 വർഷത്തെ കേരള സഭാ താരം അവാർഡ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മുൻ MD VJ കുര്യൻ IAS-ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സമ്മാനിച്ചു. ഹൊസൂർ രൂപത ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ, വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ, ബെന്നി ബഹന്നാൻ MB, സനീഷ് കുമാർ ജോസഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കുറ്റിക്കാടൻ, ഫാദർ ലിജു പോൾ പറമ്പത്ത്, ഫാദർ കിൻസ് എളങ്ങുന്നപ്പുഴ, സ്നേഹസദൻ ഡയറക്ടർ ഫാദർ ജിനോജ് കോലഞ്ചേരി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷാബു പുത്തൂർ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുറ്റിക്കാട് കുറുക്കമറ്റം പ്രദേശത്ത് മാരാങ്കോട് സെൻറ്റ് ജോസഫ് ഇടവക അതിർത്തിയിൽ ഈ സ്നേഹഭവൻ ഇന്ന് ആശീർവദിക്കപ്പെട്ടിരിക്കുന്നത്. അനാഥരും നിരാശ്രയരുമായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് ആശ്രയം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭവനത്തിന് ഇന്ന് തുടക്കം കുറിക്കുക. രൂപതയിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അഭയഭവൻ, പുറത്തശ്ശേരിയിലെ അഭയഭവൻ്റെ ഒരു ആശ്രിത ഭവനമായിട്ടാണ് ഈ സ്നേഹഭവൻ തുടക്കം കുറിക്കുന്നത്. ഇത് അഭയഭവൻ്റെ ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പണിതിരിക്കുക. മലയോര പ്രദേശത്തെ വളരെ പ്രത്യേകമായിട്ട് ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള നിരാലംബരായിട്ടുള്ള രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് ഇവിടെ ആശ്രയം നൽകുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സൗഖ്യദായകമായിട്ടുള്ള ശുശ്രൂഷയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് നടത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഇതുവരെയുള്ള ഇതിൻ്റെ പൂർത്തീകരണത്തിലും അകമഴിഞ്ഞ സംഭാവനയാണ്, സഹകരണമാണ് നല്ലവരായിട്ടുള്ള ഉപകാരികളായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇരിങ്ങാലക്കുട രൂപത അതിൻ്റെ ആധുനിക ചരിത്രത്തിലെ 47ാം രൂപതാ ദിനമാണ് സെപ്റ്റംബർ 10-ാം തീയതി. 1978 സെപ്റ്റംബർ 10-ന് രൂപത ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അഭിമന്യ ജെയിംസ് പഴയാറ്റി പിതാവ് പ്രഥമ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഇന്ന് 46 വർഷങ്ങൾ പിന്നിട്ട് 47ാം വർഷത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും അതുപോലെ തന്നെ കരുതലും സ്നേഹവും ഈ കാര്യത്തിലുണ്ട്, ഈ രൂപതയുടെ വളർച്ചയിലുണ്ട് എന്നുള്ളത് ഏറ്റുപറയട്ടെ. അവർണ്ണനീയമായ ദൈവത്തിൻ്റെ കരുതലിന് കൃതജ്ഞതയോടുകൂടെ പ്രണാമം അർപ്പിക്കുകയാണ്. സെപ്റ്റംബർ 10 മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. സിറോ മലബാർ സഭയുടെ ഭാരത ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായിട്ടുള്ള മാർ ജോസഫ് കരിയാറ്റിൽ പിതാവിൻ്റെ ചരമദിനവും കൂടിയാണ് ഇന്ന്. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് ഒരു പൂർവ്വചരിത്രമുണ്ട്. AD 52 മാർത്തോമാസ്ലീഹ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ ഈ രൂപതയുടെ അതിർത്തിയിൽപ്പെടുന്ന പ്രദേശമാണ്. കൊടുങ്ങല്ലൂരിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇരിങ്ങാലക്കുട രൂപത രൂപം കൊള്ളുക. ക്നാനായ തൊമ്മൻ 4-ാം നൂറ്റാണ്ടിൽ വന്നിറങ്ങിയതും കൊടുങ്ങല്ലൂർ തന്നെയാണ്. പോർച്ചുഗീസ് കോട്ട സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സാമൂഹികമായും ക്രിസ്തീയമായും ചരിത്രപരമായും വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രദേശമാണ്. ആ കൊടുങ്ങല്ലൂരിൻ്റെ നാമകരണം തന്നെയാണ് ഭാരതത്തിലെ ആദ്യത്തെ രൂപതയായിട്ടുള്ള കൊടുങ്ങല്ലൂർ അതിരൂപതയ്ക്ക് ലഭിച്ചത്. 1886 വരെ ആ രൂപതയുണ്ടായിരുന്നു. പിന്നീട് ആ രൂപത ഇല്ലായ്മ ചെയ്യപ്പെടുകയും
സിറോ മലബാർ സഭയ്ക്കായിട്ട്, സുറിയാനി കത്തോലിക്ക സഭയ്ക്കായിട്ട് തൃശ്ശൂർ, കോട്ടയം വികാരിയാത്തുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആരംഭിച്ച തൃശ്ശൂർ വികാരിയാത്ത് പിന്നീട് രൂപതയായി, പിന്നീട് അതിരൂപതയായി. അതിൽ നിന്നും തിരിഞ്ഞതാണ് ഇരിങ്ങാലക്കുട രൂപത. മാർത്തോമാശ്ലീഹ കൊളുത്തിവെച്ച വിശ്വാസത്തിൻ്റെ ദീപം ഉജ്ജ്വലിപ്പിക്കുവാൻ വലിയ കടപ്പാടും വലിയ ദൗത്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.